ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 10. നമ്മുടെ ഷെൽട്ടറിലേക്ക് ഓടുക. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും ആകുന്നു. എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 6ാം ക്ലാസ്സുകാരുടെ ബാസ്കറ്റ്ബോൾ കളി നന്നായി നടക്കുകയായിരുന്നു. മാതാപിതാക്കളും മുത്തശ്ശിമാരും അവരവരുടെ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ടീമുകളിലെ ആൺകുട്ടികളുടെ ഇളയ സഹോദരങ്ങളും സഹോദരിമാരും സ്കൂൾ ഇടനാഴിയിൽ നിന്ന് കളി ആസ്വദിച്ചു. പെട്ടെന്ന് സൈറനുകൾ മുഴങ്ങി. ജിമ്മിൽ ലൈറ്റുകൾ മിന്നി. ഒരു ഫയർ അലാറം മുഴങ്ങി. താമസിയാതെ സഹോദരങ്ങൾ പരിഭ്രാന്തരായി മാതാപിതാക്കളെ അന്വേഷിച്ച് ജിമ്മിലേക്ക് ഓടിയെത്തി. പക്ഷെ തീയില്ലായിരുന്നു. അബദ്ധത്തിൽ അലാറം പ്രവർത്തനക്ഷമം ആയതാണ്. പക്ഷേ ഞാൻ നോക്കി നിൽക്കെ കുട്ടികൾ ഒരു പ്രതിസന്ധി മനസ്സിലാക്കി അവരുടെ മാതാപിതാക്കളുടെ കരവലയത്തിലേക്ക് ലജ്ജയില്ലാതെ ഓടിയ രീതി എന്നെ ഞെട്ടിച്ചു. ഭയത്തിൻ്റെ സമയത്ത് സുരക്ഷിതത്വ ബോധവും ഉറപ്പും നൽകാൻ കഴിയുന്നവരിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ മഹത്തായ ചിത്രം. ദാവീദ് വലിയ ഭയം അനുഭവിച്ച ഒരു സമയത്തെ തിരുവെഴുത്തുകൾ അവതരിപ്പിക്കുന്നു. ശൗലും മറ്റു നിരവധി ശത്രുക്കളും അവനെ പിന്തുടർന്നു. ദൈവം ദാവീദിനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച ശേഷം നന്ദിയുള്ള ആ മനുഷ്യൻ ദൈവത്തിൻ്റെ സഹായത്തെക്കുറിച്ച് സ്തുതിഗീതം ആലപിച്ചു. അവൻ ദൈവത്തെ എൻ്റെ പാറ, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകനെന്ന് വിളിച്ചു. മരണപാശങ്ങളും പാതാളത്തിൻ്റെ കെണികളും അവനെ വേട്ടയാടിയപ്പോൾ ദാവീദ് യഹോവയെ വിളിച്ച് അവൻ്റെ നിലവിളി അവൻ്റെ ചെവികളിലെത്തി. അവസാനം അവൻ എന്നെ രക്ഷിച്ചു എന്ന് ദാവീദ് പ്രഖ്യാപിച്ചു. ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളിൽ നമുക്ക് പാറയിലേക്കോടാം. നാം ദൈവനാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ മാത്രമാണ് നമുക്ക് ആവശ്യമായ അഭയവും നൽകുന്നത്. ചിന്തിക്കുക, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ഭയത്തെയാണ് നേരിടുന്നതിന്? അതിനെ നേരിടാനും അതിനോട് പോരാടുവാനും ദൈവം നിങ്ങളെ എങ്ങനെ സഹായിക്കും? ദൈവത്തിന് മഹത്വം.